നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും പോലീസ് നോട്ടീസ് നൽകി. വഞ്ചനാ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് നൽകിയത്. ഇരുവരെയും ഈ ആഴ്ച പോലീസ് ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ബീന റാണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ബീന, എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനം? ഇപ്പോൾ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരിക്കുകയാണല്ലോ. നിവിൻ പോളി നായകനായ മഹാവീരർ എന്നൊരു ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ PM ഷംനാസ് ആണ് നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. വഞ്ചന കുറ്റത്തിനാണ് ഈ പരാതി പ്രകാരം വഞ്ചന കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് കേസിൽ നിവിൻ പോളി 1-ാം പ്രതിയും എബ്രിഡ് ഷൈൻ 2-ാം പ്രതിയുമാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗത്തിൽ ഈ PM ഷംനാസിന് നിർമ്മാണ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനത്തിന്മേൽ ഷംനാസിൽ നിന്ന് പണം വാങ്ങി പിന്നീട് അക്കാര്യം മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നാണ് ഈ പരാതിയിലുള്ളത്. നിവിനും എബ്രിഡ് ഷൈനുമെതിരെ കേസെടുക്കാൻ തലയോലപ്പറമ്പ് പോലീസിന് നേരത്തെ വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് നടപടിയുമായി മുന്നോട്ട് പോയത്. അതായത് മഹാവീരർ എന്ന ഈ ഒരു സിനിമ പരാജയപ്പെട്ടപ്പോൾ നിവിൻ പോളി 95 ലക്ഷം രൂപ ഷംനാസിന് നൽകാമെന്നോ എബ്രിഡ് ഷൈൻ തന്നെ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2-ൽ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നതായാണ് പരാതി. തുടർന്ന് 2024 ഏപ്രിലിൽ സിനിമയുടെ നിർമ്മാണത്തിനായി ഒരു 1.9 കോടി രൂപ കൈമാറിയിരുന്നതായും ഷംനാസ് പറയുന്നുണ്ട്. പിന്നീട് അത് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്ത് നൽകി സിനിമയുടെ ടൈറ്റിൽ പ്രൊഡക്ഷന്റെ ബാനറിൽ നിന്ന് അത് PS ഷംനാസിന്റെ മൂവി മേക്കേഴ്സ് എന്ന ബാനറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉടലെടുക്കുകയും തുടർന്ന് ഷംനാസുമായിട്ടുള്ള കരാറ് മറച്ചുവെച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണാവകാശം ഈ നിവിൻ പോളി കൈമാറി എന്നുമാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ദുബായിലെ കമ്പനിക്ക് 5 കോടി രൂപയ്ക്ക് ഇത് വിതരണാവകാശം നൽകുകയും 2 കോടി രൂപ കൈപ്പറ്റിയതായും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം ഈ വിശദീകരണവുമായി നടൻ നിവിൻ പോളി നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിലൊരു സംഭവം നിലവിലില്ല, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് എന്നും മറ്റുമാണ് നിവിൻ പോളിയും പറഞ്ഞത്. എന്തായാലും രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും എല്ലാം ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. സംവിധായകൻ എബ്രിഡ് ഷൈനും നടൻ നിവിൻ പോളിക്കുമെതിരെ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ ആഴ്ച ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്യും എന്നാണ് ബീന റാണി കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.